എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു ചെടിച്ചട്ടിയെ പരിചയപ്പെടുത്തുകയാണ്. ഇത് ഒരു ചട്ടിയായിട്ടും ഉപയോഗിക്കാം, നമുക്ക് പല ചട്ടികളായിട്ടും ഉപയോഗിക്കാം. ഇപ്പോൾ ആ ചട്ടിയിൽ നിന്നുള്ളതെല്ലാം മാറ്റിയിട്ട് ഈ ഒരു ചട്ടിയിൽ ഒരു തണ്ട് പുതിന നട്ടതാണ്. അതിപ്പോൾ ഈ ചട്ടി അങ്ങ് നിറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മുറിച്ച് അതിലേക്ക് നടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചെടിച്ചട്ടിയുടെ ഉപയോഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോയും കൂടി എടുത്തതാണ്. ഇതിപ്പോൾ ഒരു ചട്ടിയായിട്ടിരുന്നത് അതിനെ 3 ആയിട്ട് എടുക്കാം. ഇങ്ങനെ 3 ചട്ടിയായിട്ട് വേണമെങ്കിലും വയ്ക്കാം. അത് നമുക്ക് സ്ഥലം കുറച്ച് മതിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയായിട്ട് വയ്ക്കാം. ഞാനത് ഒരു ചട്ടിയായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ 10 മണി ചെടിയാണ്. അതിൻ്റെ മൂട് നിർത്തിയിട്ട് തുമ്പെല്ലാം കട്ട് ചെയ്ത് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിൽ നിന്ന് വേര് പൊടിക്കുന്നത് പൊടിക്കും, ഇല്ലാത്തത് ചീഞ്ഞതിന് വളമായിട്ട് തന്നെ കിടക്കും. ഇനി ഇത് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ വേര് പിടിച്ച് പെട്ടെന്ന് വളർന്ന് കിട്ടും. ഒരു തണ്ടുണ്ടെങ്കിൽ തന്നെ ഇത് നിറയെ പിടിച്ച് വരും. ഇതിപ്പോൾ മണ്ണും ചാണകപ്പൊടിയും കൂടി ഉള്ളത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു ചട്ടി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിലുള്ള 10 മണി ചെടിയെല്ലാം ഒന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് പുതിന തണ്ടെടുത്ത് ഇതിൻ്റെ 4 സൈഡിലും വെച്ച് കൊടുക്കാവുന്നതാണ്. 4 ചട്ടിയിൽ വയ്ക്കുന്ന ഗുണം കിട്ടും ഈ 4 സൈഡിലോട്ട് വയ്ക്കുമ്പോൾ. ഇതിപ്പം തണ്ട് മാത്രമായിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ വേരോട് കൂടി എടുക്കാം. ഇതിപ്പം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഏത് തണ്ടെടുത്താലും അതിൽ വേരുണ്ടാവും. ഒരു തണ്ട് ഈ ചട്ടിയിൽ നട്ടതായിരുന്നു. അത് വേഗം ആ ചട്ടി അങ്ങ് നിറഞ്ഞു. ഇത് നമ്മൾ തുമ്പ് ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊടുക്കണമെങ്കിൽ ഇതുപോലെ നല്ലപോലെ പടർന്ന് ചട്ടി നിറഞ്ഞ് വരികയുള്ളൂ. ചട്ടിയുടെ 4 സൈഡിലും വെച്ച് കൊടുക്കാം. വേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് പിടിച്ച് കിട്ടും. ഇത് നട്ട് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം 3 നേരവും നനച്ചു കൊടുക്കണം. അതിൻ്റെ മൂട്ടിൽ എപ്പോഴും ഈർപ്പം ഉണ്ടാകണം, എങ്കിലേ വേര് പെട്ടെന്ന് പിടിച്ച് കിട്ടുകയുള്ളൂ. ഇപ്പം ചെറുതായിട്ട് വേര് തന്നെ ഉള്ളത് കൊണ്ട് വേറെ പ്രശ്നമില്ല. എങ്കിലും എപ്പോഴും നല്ലപോലെ നനവുണ്ടായിരിക്കണം അതിൻ്റെ മൂട്ടിൽ. പൊടിച്ചതിന് ശേഷം വളം എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ സാധാരണ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അത് തളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഇനി അതിൻ്റെ മീതെ അടുത്ത 3ാമത്തെ ചട്ടിയും വെച്ചു. അതിൻ്റെയും 4 സൈഡിൽ ഇതുപോലെ പുതിനത്തണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ ചട്ടിയിലേക്ക് ചീര പാകിയതൊന്നും അല്ലായിരുന്നു. എങ്ങനെയോ കുറച്ച് വിത്ത് അതിൽ വീണ് തനിയെ പിടിച്ചതാണ്. അത് ഇനി ഇത് പിടിച്ച് വരണ സമയത്ത് അത് പിഴുത് മാറ്റിയാൽ ഇത് പുതിന നിറഞ്ഞ് പിടിച്ച് വരും. ഇപ്പോൾ ഈ ചട്ടിയുടെ മുകളിലത്തെ ചട്ടിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ തന്നെ 3 ചട്ടിയിലേക്കുമുള്ള വെള്ളം കിട്ടിക്കോളും. അതുകൊണ്ട് വളരെ ഉപയോഗപ്രദമായ ഒരു ചട്ടിയാണിത്. വളരെ കുറച്ച് സ്ഥലം മതി ഇതിന്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.